Hi everyone. ഇന്ന് നമ്മളിവിടെ റൂറൽ ഡെവലപ്മെൻറ്റ് സ്കീംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ഗവൺമെൻറ് എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എസ്പെഷ്യലി നമ്മുടെ UPSCക്ക്, KASന്, ദെൻ വരുന്ന LSGS മെയിൻസ് എക്സാം, ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഞാൻ എടുത്തു പറയുന്ന കീവേഡ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം റിവിഷൻ അത് ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. സോ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ആദ്യത്തെ സ്കീം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 2005. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്കീമാണ്. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയാണ്. പൊതുവേ സ്കീംസ് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ എക്സാംസിനൊക്കെ MGNREGA എന്നായിരിക്കും തരുന്നത്. അപ്പം MGNREGA എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ കീവേഡ്സ് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. MGNREGA aims at enhancing the livelihood security of people in rural areas. റൂറൽ ഏരിയാസിൽ ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണിത് ബൈ ഗ്യാരണ്ടിങ് 100 days of wage employment. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കൊടുക്കുന്നത് എന്താണ്? 100 days of wage employment ആണ് കൊടുക്കുന്നത് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ടു എ റൂറൽ ഹൗസ് ഹോൾഡ് ഹൂസ് അഡൽട്ട് മെമ്പേഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കീവേഡാണ്. അഡൽട്ട് മെമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് 18 years of age, 18 വയസ്സെങ്കിലും ആയിട്ടുള്ളവർക്കായിരിക്കും കൊടുക്കുന്നത്. ആൻഡ് വോളണ്ടിയർ ടു ഡു അൺസ്കിൽഡ് വർക്ക്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കീവേഡാണ്, അൺസ്കിൽഡ് വർക്ക്. ഇപ്പം നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ ചിലപ്പം ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് തരും. അൺസ്കിൽഡ് മാറ്റിയിട്ട് സ്കിൽഡ് എന്നൊക്കെ തരും. അതുപോലെ തന്നെ അഡൽട്ട് മെമ്പേഴ്സായിട്ട് ഓൾ മെമ്പേഴ്സും തരും. അപ്പോൾ അതൊക്കെ നമുക്ക് തെറ്റിക്കാൻ നമ്മൾ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ 100 days of wage employment adult members, that means at least 18 years of age, volunteer to do unskilled work. അതായത് റൂറൽ ഏരിയാസിലുള്ള 18 വയസ്സ് തികഞ്ഞിട്ടുള്ള ആളുകൾക്കെല്ലാം എന്ത് കൊടുക്കുന്നുണ്ട്? 100 days of wage employment കൊടുക്കുന്നതാണ് MGNREGA സ്കീം എന്ന് പറയുന്നത്. ദെൻ ഇതെന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ഡ്രിവൺ സ്കീമാണ്. അതായത് നമുക്ക് എപ്പോഴാണോ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാകുന്നത്, അപ്പോൾ നമ്മൾ പോയി ഡിമാൻഡ് ചെയ്യുകയാണ്, എനിക്ക് ജോലി വേണം. അത്തരത്തിലുള്ള ഒരു സ്കീമാണിത്. ഡിമാൻഡ് ഡ്രിവൺ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ലേബർ ലോ ദാറ്റ് എയിംസ് ടു എൻഫോഴ്സ് ദി റൈറ്റ് ടു വർക്ക്. റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇവിടെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇത് ലീഗലി ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. നമ്മൾ പറഞ്ഞു MGNREGA, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ഇതൊരു നിയമം മുഖേന കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആക്ട് പാസ്സാക്കിയിട്ടുള്ളത് 2005 അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദി ബെനിഫിഷ്യറീസ് ഹാവ് ടു ബി വിമൺ. അതിൽ എത്രയാണ്? 1/3 ബെനിഫിഷ്യറീസും വിമണാണ്. ഒബിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണത്. ദെൻ ഡിമാൻഡ് ഡ്രിവൺ നമ്മൾ പറഞ്ഞു. ദെൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത് കാരണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മളെ റൂറൽ ഏരിയാസിൽ ഏതാ? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അർബൻ ഏരിയാസിൽ മുനിസിപ്പാലിറ്റീസ്. അപ്പം ഇവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണ്. അപ്പം ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് തരും. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് തരുമ്പോഴത്തേക്ക് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണെന്നുള്ള കേസ് നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇവിടെ മാൻഡേറ്ററി ആണ്. സോഷ്യൽ ഓഡിറ്റ് ഓഫ് MGNREGA മാൻഡേറ്ററി. ഈ കീവേഡ് ശ്രദ്ധിക്കുക, മാൻഡേറ്ററി ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റൊക്കെ അല്ലെങ്കിൽ ആ വർക്കൊക്കെ കറക്റ്റായിട്ടാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ടാണോ കൃത്യമായിട്ടാണോ നടപ്പിലാക്കുന്നത്, അത് നോക്കുന്നതാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം സോഷ്യൽ ഓഡിറ്റ് അതിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം ഈ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന അങ്ങനെ ആരെങ്കിലും. നമ്മൾ ഫിനാൻഷ്യൽ ഓഡിറ്റ് വേറെ, സോഷ്യൽ ഓഡിറ്റ് വേറെ. അപ്പം ഇവിടെ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാൻഡേറ്ററി ആണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. The audit involves the quality checks of the infrastructure created under the MGNREGA. MGNREGA ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം അത് നല്ല രീതിയിലാണെന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ ഇൻ വേജസ്, വേജസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ അതിനകത്തുള്ള ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ ഒക്കെ നോക്കുന്നുണ്ട്. ആൻഡ് ചെക്കിംഗ് ഫോർ എനി പ്രൊസീജിയറൽ ഡീവിയേഷൻസ്, അതായത് മൊത്തത്തിൽ ഈ വർക്ക് കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ ഓഡിറ്റ് മാൻഡേറ്ററി ആണ് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ മാൻഡേറ്ററി എന്ന് പറയുന്നത് ആ കീവേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം മാൻഡേറ്ററി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തരും. ഇനി ഇതിനകത്തുള്ള ക്രിയേഷൻ ഓഫ് സസ്റ്റൈനബിൾ അസറ്റ് ക്രിയേഷൻ ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ട്, ദെൻ ഇൻക്രീസ്
ഇതൊക്കെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്ന് നമ്മൾ ശരിയാക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ എസ് ഡി ജി എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അത് നിങ്ങൾ ഈ 17 എണ്ണവും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിപ്പം ഈ ചിലപ്പോൾ MGNREGA ഈ SDG ആയിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ഇപ്പം UPSCയുടെ മെയിൻസിനൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രിലിംസിനും ചിലപ്പം ആ ഒരു രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം MGNREGA നോ പോവർട്ടി അല്ലെ SDG നമ്പർ 1 നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇൻകം കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് എന്താ MGNREGA വഴി ഇൻകം കിട്ടുന്നുണ്ട്. ഇൻകം കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് എന്താ നമ്മുടെ ബാക്കിയുള്ള പോവർട്ടി കുറയാനും ഹങ്കർ കുറയാനും എഡ്യൂക്കേഷനും ഹെൽത്തിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. സോ നമുക്ക് SDG ആയിട്ട് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. SDG നമ്പർ 1 നോ പോവർട്ടി, 2 എന്ന് പറയുന്നത് 0 ഹങ്കർ, 3 ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, 4 ക്വാളിറ്റി എഡ്യൂക്കേഷൻ, 5 ജെൻഡർ ഇക്വാലിറ്റി, ദെൻ 8 5 കഴിഞ്ഞ് പിന്നെ 8ാമത്തെയാണ് ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ദെൻ 9 ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, 10 റെഡ്യൂസ്ഡ് ഇനിക്വാളിറ്റീസ്. ജസ്റ്റ് നിങ്ങളതൊന്ന് ആ ഒരു SDG നമ്പർ ഇതുമായിട്ട് കണക്ട് ചെയ്തൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ MGNREGA ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിത്ത് റെഫറൻസ് ടു MGNREGA വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ജോബ് സീക്കേഴ്സ് ക്യാൻ റിസീവ് ദെയർ വേജസ് ഡയറക്ട്ലി ഇൻ ടു ദെയർ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഈ ഒരു സ്കീമിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഗവൺമെൻറ് എന്തായാലും ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒബിയസ്ലി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കേസാണ്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം എന്നുണ്ടെങ്കിൽ പോലും ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പല കാര്യങ്ങളും പൈസ കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ ഇൻ കേസ് നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു നല്ല കാര്യമല്ലേ, ട്രാൻസ്പെറൻസി ഉണ്ടാക്കുന്ന കേസാണ്, അതായത് സുതാര്യമാക്കുന്നതാണ് കാര്യങ്ങളാണ്. അപ്പം സോ ജോബ് സീക്കേഴ്സ് ക്യാൻ റിസീവ് ദെയർ വേജസ് ഡയറക്ട്ലി ഇൻ ടു ദെയർ ബാങ്ക് അക്കൗണ്ട്, അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. രണ്ടാമത്തെ നോക്കേ, എവരി ഇൻഡിവിജ്വൽ, ഇതൊരു കീവേഡാണ്, എവരി ഇൻഡിവിജ്വൽ ഇൻ റൂറൽ ഏരിയാസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് ഈസ് എലിജിബിൾ ഫോർ ദി സ്കീം. എവരി ഇൻഡിവിജ്വൽ ഞാൻ പറഞ്ഞിരുന്നു, എവരി ഇൻഡിവിജ്വൽ അല്ല, അഡൽട്ട് മെമ്പേഴ്സിനാണ് കിട്ടുന്നത് എന്നുള്ളത്. ദ സ്കീം ഈസ് ആപ്ലിക്കബിൾ ടു അഡൽട്ട് മെമ്പേഴ്സ് ഓഫ് ദി റൂറൽ ഹൗസ് ഹോൾഡ്സ് വില്ലിംഗ് ടു ഡു അൺസ്കിൽഡ് മാനുവൽ വർക്ക്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മാൻഡേറ്ററി ആണോ എന്നുള്ളത്, എവരി ഇൻഡിവിജ്വൽ, ഓൺലി, അങ്ങനെയുള്ള ചില കീവേഡ്സ് ഒക്കെ, ഇത് പഴയ UPSC ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ചില കീവേഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പം എവരി ഇൻഡിവിജ്വൽ ഇൻ റൂറൽ ഏരിയാസ് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്. വേറൊരു കീവേഡ് ഉണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് എന്നല്ല, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പറ്റില്ല, 18 വയസ്സിന് മുകളിലുള്ളവർക്കേ പറ്റത്തുള്ളൂ. അപ്പം എന്തുകൊണ്ടും ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാണെന്ന് ഊഹിക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ആൻസർ എന്ന് പറയുന്നത് A1 ഓൺലി. അപ്പോൾ MGNREGA നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്കീം എന്ന് പറയുന്നത്, ഇഷ്യൂസ് നമ്മൾ നോക്കണ്ട, ഇഷ്യൂസ് ഇപ്പം നിങ്ങൾ പഠിക്കേണ്ട. എന്താണ് ഇത്, മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു കാര്യമാണ്, UPSC മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ളതാണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അടുത്ത സ്കീം ദീൻ ദയാൽ അന്ത്യോദയ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. നിങ്ങൾക്ക് ആ സ്കീമിനെ പറ്റി ഒന്നും അറിഞ്ഞിടാന്നുണ്ടെങ്കിലും ആ പേര് വെച്ചിട്ട്, ആ ടൈറ്റിൽ വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദീൻ ദയാൽ അന്ത്യോദയ നമ്മൾ NRLM എന്നാണ് പൊതുവെ പറയാറ്. ചിലപ്പോൾ എക്സാമിനൊക്കെ NRLM എന്ന് മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ NRLM നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ജീവിത മാർഗം തരികയാണ്. ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിനെ SHGസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. SHGs എന്ന് പറഞ്ഞാൽ എന്താ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, നമ്മുടെ സ്വയം സഹായ സംഘങ്ങൾ എന്ന് പറയത്തില്ലേ, അതായത് നമ്മുടെ നാട്ടിലുള്ള കുടുംബശ്രീ അതിനൊരു എക്സാമ്പിളാണ്. അത്തരത്തിലുള്ള SHGs വഴി നമുക്ക് ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, NRLM aims at mobilizing rural poor households into self-help groups in a phased manner and provide them long-term support such that they diversify their livelihood, improve their incomes and quality of life. ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. NRLM എന്ന് പറയുന്നത് SHGസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണെന്നുള്ളത് ഓർത്തിരിക്കുക. SHGs എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുടുംബശ്രീ അങ്ങ് ആലോചിച്ചാൽ മതി. ഫൈൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2012 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. With reference to National Rural Livelihood Mission, which of the following statement is or are correct? First statement എന്ന് പറയുന്നത്, NRLM aims to alleviate rural poverty by
പ്രൊമോട്ടിംഗ് ഡൈവേഴ്സിഫൈഡ് ആൻഡ് ഗെയിൻഫുൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇൻ കേസ് നിങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ലൈവ്ലിഹുഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ കീവേഡ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നും വേജ് എംപ്ലോയ്മെൻറ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാം. അതിനകത്ത് നമുക്കൊരു തെറ്റായിട്ടൊന്നും പറയാനായിട്ട് തോന്നുന്നില്ല നമുക്ക്. ദെൻ NRLM ഈസ് ദി ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഓഫ് ദി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ ഈ സ്കീമിനെ പറ്റി കേട്ടിട്ടില്ല എങ്കിൽ പോലും ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഇപ്പം NRLM എന്ന് പോലും അല്ല തന്നിട്ടുള്ളത്, അത് അത് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. റൂറൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏത് മിനിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ കൂടുതൽ നല്ലൊരു മിനിസ്ട്രി ഉണ്ടോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് റൂറൽ സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി ആയിരിക്കും കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഇതും ശരിയാണെന്ന് ഊഹിക്കാം. സോ ഇവിടെ കറക്റ്റ് ആൻസർ നമ്മൾ ഊഹിച്ചത് തന്നെയാണ് ഓപ്ഷൻ സി, ബോത്ത് 1 and 2. ഓക്കെ, ഇനി ഇതിൻ്റെ കമ്പോണൻസ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പ്രൊമോഷൻ ഓഫ് സസ്റ്റൈനബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദി പുവർ, എൻഷുറിങ് ആക്സസ് ടു ഫിനാൻഷ്യൽ സർവീസസ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിരിക്കേണ്ട കേസേ ഉള്ളൂ. അടുത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. ഈ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഈ സ്കീം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പ്രധാനമന്ത്രി ആവാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ ഹൗസുമായിട്ട്, നമ്മുടെ വീടുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ് ആവാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 വേർഷനും ഉണ്ട്, അർബൻ വേർഷനും ഉണ്ട്, ഗ്രാമീൺ വേർഷനും ഉണ്ട്. ഇതെന്ന് പറയുന്നത് എയിംസ് ടു പ്രൊവൈഡ് എ പക്ക ഹൗസ് വിത്ത് ബേസിക് അമ്യൂണിറ്റീസ് ടു ഓൾ ഹൗസ്ലെസ് ഹൗസ് ഹോൾഡ്സ് ആൻഡ് ഹൗസ് ഹോൾഡ്സ് ലിവിങ് ഇൻ കച്ച ഹൗസ് ബൈ 2022. ഇതിൻ്റെ ആദ്യത്തെ എയിം എന്ന് പറയുന്നത് 2022 കൂടി 2022 കൂടി ഈ കച്ച ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പഴയ കാലത്തെ ഈ മറ്റേ ഓലമേഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള വീടുകളൊക്കെ ഇല്ലേ, അത് അത്തരത്തിലുള്ള അത്ര ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത വീടുകൾ നമ്മൾ കച്ച ഹൗസ് എന്ന് പറയുന്നത്. ആ കച്ച ഹൗസ് മാറിയിട്ട് പക്ക ഹൗസ് എന്ന് പറയുമ്പോൾ എല്ലാ ബേസിക് ഫെസിലിറ്റീസും ഒക്കെ ഉള്ള നല്ല രീതിയിലുള്ള വീടുകളാണ് നമ്മൾ പക്ക ഹൗസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും 2022 കൂടി പക്ക ഹൗസസ് എടുക്കുക എന്നുള്ളതാണ് എന്ത് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, PMGSY, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. അത് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ കീവേഡുമായിട്ട് കണക്ട് ചെയ്യാം. സഡക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വഴി, റോഡ്, അതുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഈ സഡക്ക് എന്ന് പറയുന്ന ടേം നമുക്ക് റോഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ആസ് എ one-time സ്പെഷ്യൽ ഇൻ്റർവെൻഷൻ ടു പ്രൊവൈഡ് റൂറൽ കണക്ടിവിറ്റി. നമുക്ക് റൂറൽ കണക്ടിവിറ്റി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബൈ എ സിംഗിൾ ഓൾ വെതർ റോഡ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ടു ദി എലിജിബിൾ അൺകണക്റ്റഡ് ഹാബിറ്റേഷൻസ് ഓഫ് ദി ഡിസൈഡ് പോപ്പുലേഷൻ സൈസ്. അതായത് നമുക്ക് സിംപ്ലി ഇത്രയേ ഉള്ളൂ, റൂറൽ ഏരിയാസിൽ റോഡ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് PMGSY എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് 2015 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് താഴെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഏതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ കൊടുത്തേക്കുന്നത്? ടു പ്രൊവൈഡ് കണക്ടിവിറ്റി ടു അൺകണക്റ്റഡ് ഹാബിറ്റേഷൻസ്, ഒന്നാമത്തെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് ടു പ്രൊവൈഡ് ഫ്രീ മെഡിക്കൽ എയ്ഡ് ടു റൂറൽ പീപ്പിൾ. മൂന്നാമത്തത് ടു പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ടു ഓൾ റൂറൽ ഹൗസ് ഹോൾഡ്. നാലാമത്തത് ടു പ്രൊവൈഡ് ഡ്രിങ്കിങ് വാട്ടർ ടു ഓൾ റൂറൽ ഹൗസ് ഹോൾഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ സ്കീമിനെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല, പക്ഷെ നമുക്കിത് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യും? നമ്മൾ ആ കീവേഡ് നോക്കും, പ്രധാനമന്ത്രി ഗ്രാം സഡക്ക്. ഞാൻ പറഞ്ഞു സഡക്ക് നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? റോഡ്, വഴി, അല്ലെങ്കിൽ നമുക്ക് എന്താ കണക്ടിവിറ്റി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിടെയെങ്കിലും കീവേഡ് വരുന്നത് എവിടെ? നമ്മൾ നോക്കുമ്പോൾ ദാ കിടക്കുന്ന ഒരു കണക്ടിവിറ്റി. ഓക്കെ, ടു പ്രൊവൈഡ് കണക്ടിവിറ്റി ടു അൺകണക്റ്റഡ് ഹാബിറ്റേഷൻസ്. നമുക്ക് ഉത്തരം കിട്ടി. അപ്പം ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, സോ അടുത്ത സ്കീം എന്ന് പറയുന്നത് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശൽ യോജന. ഓക്കെ, അപ്പോൾ ഈ കൗശലിന് നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? സ്കില്ലുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം
സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്? ഗ്രാമീൺ എന്ന് പറയുമ്പോൾ റൂറൽ ഏരിയാസിൽ ആർക്കായിരിക്കും കൊടുക്കുന്നത്? യൂത്തിനായിരിക്കും കൊടുക്കുന്നത്. കാരണം അവരാണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് യൂത്ത് കാറ്റഗറി ഓഫ് പീപ്പിൾ ആയിരിക്കും. അപ്പം ഈ ഗ്രാമീൺ കൗശൽ യോജന എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിലുള്ള യൂത്ത് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് കൊടുക്കുന്നു? സ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് അവർക്ക് എംപ്ലോയ്മെൻ്റ് അത് ജോലി ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്കീം എന്ന് പറയുന്നത് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? മേക്ക് ഇൻ ഇന്ത്യ സ്കീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യനെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേക്ക് ഇൻ ഇന്ത്യ സ്കീമിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ യൂത്തിന് സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാനുഫാക്ചറിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തോളും. കാരണം സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഒബിയസ്ലി അത് ജോബ് ക്രിയേഷനിലേക്ക് നയിക്കും. ഓക്കെ, ദെൻ ഇതെന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ സ്കീമിൻ്റെ ഇതിൻ്റെ അടിയിലായിട്ട് 2 സ്കീംസ് കൂടെ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് റോഷ്നിയും 2 ഹിമായത്തും. ഈ റോഷ്നി എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അഫക്റ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ്. ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്ന് ഉദ്ദേശിക്കുന്നത് നക്സലിസം, മാവോയിസം ഇതൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഒക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്സും ഡിസ്ട്രിക്റ്റും ഒക്കെയാണ് ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെയുള്ള യൂത്തിന് സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കീമിനെയാണ് റോഷ്നി എന്ന് പറയുന്നത്. ഈ റോഷ്നി എന്ന് പറയുന്നതിൽ തന്നെ 40% കവറേജ് നമ്മൾ കൊടുക്കുന്നത് വിമണിനായിരിക്കും. ദെൻ ഹിമായത്ത് എന്ന് പറയുമ്പം ഇതേ സ്കീം തന്നെ എവിടെ കൊടുക്കുന്നത്? ഹിമായത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹിമാലയൻ റീജിയനിലുള്ള എന്തെങ്കിലും ആയിരിക്കും നമുക്ക് ഊഹിക്കാം. ഇവിടെ കൊടുക്കുന്നത് യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീരിലും ലഡാക്കിലും ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? സ്കിൽ ഡെവലപ്മെൻറ്റ് യൂത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഹിമായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 2 സ്കീമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് റോഷ്നിയും 2 ഹിമായത്ത്. അത് 2 ഏതിനകത്ത് വരുന്നതാണ്? ഗ്രാമീൺ കൗശൽ യോജനയ്ക്കകത്ത് വരുന്ന സ്കീംസാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is the main objective of Deen Dayal Upadhyaya Gramin Kaushal Yojana? Option A, enhancing the employability of rural youth, providing option B, providing pension to rural artisans, option C, providing financial assistance for building rural houses, ഓപ്ഷൻ ഡി, പ്രൊവൈഡിങ് ക്രെഡിറ്റ് സപ്പോർട്ട് ഫോർ റൂറൽ എൻ്റർപ്രണർഷിപ്പ്. അപ്പം ഞാൻ പറഞ്ഞു കീവേഡുമായിട്ട് പ്രധാനപ്പെട്ട കീവേഡുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ദീൻ ദയാൽ ഗ്രാമീൺ കൗശല്യ നമ്മളിപ്പം ആലോചിക്കുമ്പോൾ എക്സാം ഹോളിൽ ഇരുന്ന് ആലോചിക്കുമ്പോൾ കൗശല്യ സ്കില്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പം അങ്ങനെ ഒരു കീവേഡ് വരുന്നത് ഈ ഓപ്ഷൻ എയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടുന്നുണ്ട്. രണ്ടാമത്തത് പെൻഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മൂന്നാമത്തത് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ബിൽഡിംഗ് റൂറൽ ഹൗസസ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. റൂറൽ ഹൗസസിൽ ഇത് കൊടുക്കുന്നത് ബിൽഡിംഗ് റൂറൽ ഹൗസസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതുമല്ല നമുക്ക് പറയാം. ദെൻ പ്രൊവൈഡിങ് ക്രെഡിറ്റ് സപ്പോർട്ട് ഫോർ റൂറൽ എൻ്റർപ്രണർഷിപ്പ്. ഇത് ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റൂറൽ എൻ്റർപ്രണർഷിപ്പ് ആണോ എന്ന്. പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളത് ഈ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്, എൻഹാൻസിങ് ദി എംപ്ലോയബിലിറ്റി ഓഫ് ദി റൂറൽ യൂത്ത്. ഓക്കെ, സോ നമ്മൾ ആ ഒരു സ്കീമും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് സൻസദ് ആദർശ് ഗ്രാം യോജന. ഇത് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കത്തത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ MPs ഇല്ലേ, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. MPs ആണെങ്കിൽ അവരാണ് ഇതിന് ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ. സോ ഈ സൻസദ് ആദർശ് ഗ്രാം യോജനയിൽ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് MPs ആർ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് 3 villages ഈച്ച് ബൈ 2019 ആൻഡ് എ ടോട്ടൽ ഓഫ് 8 villages ഈച്ച് ബൈ 2024. അതായത് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 2019 ഒരു 3 വില്ലേജസിനെങ്കിലും ഈ MPs എന്ത് വേണം, സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ വില്ലേജസിൻ്റെ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ളതും ഫിസിക്കൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്മെൻറ്റിന് വിധേയമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കീമാണ് സൻസദ് ആദർശ് ഗ്രാം യോജന എന്ന് പറയുന്നത്. അതായത് 2019 3 വില്ലേജസും 2024 8 വില്ലേജസ്, മൊത്തത്തിൽ ഒരു 8 വില്ലേജസെങ്കിലും ഓരോ വില്ലേജസിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ സോഷ്യോ എക്കണോമിക് ആൻഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഡെവലപ്മെൻറ്റ് നടത്തണം. ആർക്കാണ് ഇതിനുള്ള ഉത്തരവാദിത്തം കൊടുത്തിരിക്കുന്നത്? MPs, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. അതാണ് ഈ സ്കീമിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പം സൻസദ് ആദർശ് ഗ്രാം യോജന, അപ്പം ആ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ MPsനെ അങ്ങ് ഓർത്തോണം. ഇനി ഇതിൻ്റെ പ്രത്യേകത നോക്കുമ്പോഴത്തേക്ക് ഈ ഡെവലപ്മെൻറ്റ് ബേസിക് യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തായിരിക്കും. ഒബിയസ്ലി അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരുവാണെങ്കിൽ നമ്മൾ തെറ്റിക്കൂല, നമുക്കറിയാം ഗ്രാമപഞ്ചായത്തായിരിക്കും എന്നുള്ളത്.
ഇനി ലോക്സഭ എം പിയുടെ കേസാണെന്നുണ്ടെങ്കിൽ ചൂസസ് എ ഗ്രാം പഞ്ചായത്ത് ഫ്രം വിത്തിൻ ഹിസ് ഓർ ഹെർ കോൺസ്റ്റിറ്റുവൻസി. അതായത് ഇപ്പം ലോക്സഭയിൽ നിന്നുള്ള എം പിക്ക് ആണെങ്കിൽ ഇഷ്ടമുള്ളത് അങ്ങ് തിരഞ്ഞെടുക്കുകയല്ല, അവരുടെ അവർ ഉൾപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റുവൻസി ഏതാണോ ആ കോൺസ്റ്റിറ്റുവൻസിയിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്തിനെ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. ഇനി രാജ്യസഭ എം പിയുടെ കേസാണെന്നുണ്ടെങ്കിൽ ചൂസസ് ഗ്രാം പഞ്ചായത്ത് ഫ്രം ദി റൂറൽ ഏരിയ ഓഫ് എ ഡിസ്ട്രിക്ട് ഓഫ് ഹിസ് ഓർ ഹെർ ചോയ്സ് ഇൻ ദി സ്റ്റേറ്റ് ഫ്രം വിച്ച് ഹി ഓർ ഷീ ഈസ് സെലക്റ്റഡ്. അതായത് രാജ്യസഭ എം പിയുടെ കേസാണെങ്കിൽ അവർ ജയിച്ചിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് കാണുമല്ലോ, ആ സ്റ്റേറ്റിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നായിരിക്കും അവർ ഈ ഗ്രാമപഞ്ചായത്തിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോൺസ്റ്റിറ്റുവൻസീസിൽ നിന്നും ഇവിടെ സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ആ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള പഞ്ചായത്തിനെ ആയിരിക്കും രാജ്യസഭ എം പി സെലക്ട് ചെയ്യുന്നത്. ദെൻ നോമിനേറ്റഡ് എം പിസിൻ്റെ കേസാണെങ്കിൽ ചൂസ് എ ഗ്രാം പഞ്ചായത്ത് ഫ്രം ദി റൂറൽ ഏരിയ ഓഫ് എനി ഡിസ്ട്രിക്റ്റ് ഇൻ ദ കൺട്രി. അതായത് കൺട്രിയിലുള്ള ഏത് ഡിസ്ട്രിക്റ്റിലുള്ള ഗ്രാമപഞ്ചായത്തിനെ വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് സെലക്ട് ചെയ്യാം? നോമിനേറ്റഡ് എം പിസിന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പം ലോക്സഭ എം പി ആണെങ്കിൽ അവരുടെ പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണോ അതിൽ നിന്നായിരിക്കും. രാജ്യസഭ എം പി എന്നാണെങ്കിൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ജയിച്ചിട്ടുള്ളത് ആ സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്തിൽ നിന്നായിരിക്കും. പിന്നെ നോമിനേറ്റഡ് എം പിസ് ആണെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യാം ആ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, അപ്പം ഈ ഒരു സ്കീം എന്ന് പറയുന്നത് സെൻസസ് ആദർശ് ഗ്രാമയോജന എന്ന് പറയും. തന്നെ ആരെ ഓർക്കണം നമ്മൾ? മെമ്പേഴ്സ് ഓഫ് പാർലമെന്റിനെ ഓർക്കുക. ദെൻ ദ ഡിസ്ട്രിക്ട് കളക്ടർ ഈസ് ദ നോഡൽ ഓഫീസർ ഫോർ ഇംപ്ലിമെന്റിങ് ഈ SAGY എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കളക്ടർ. ഇത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എം പിസിനാണ്. എം പിസ് ആണ് ഇത് തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഇന്ന പഞ്ചായത്ത് ഒക്കെ തിരഞ്ഞെടുക്കേണ്ടത് ആരാണ്? എം പിസ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഓഫീസർ ലെവലിലൊക്കെ ആക്ട് ചെയ്യുന്നത് ആരായിരിക്കും? പൊതുവേ മിക്ക സ്കീംസിലും ഓഫീസർ ലെവൽ നോഡൽ ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നത് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് ഇവിടെ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും. അടുത്ത സ്കീം എന്ന് പറയുന്നത് ശ്യാം പ്രസാദ് മുഖർജി റർബൻ മിഷൻ. ഇവിടെ നമുക്ക് കീവേഡിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഈ റർബൻ എന്ന് പറയുമ്പം റൂറൽ പ്ലസ് അർബൻ. അതായത് മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അർബൻ ഫെസിലിറ്റീസ് റൂറൽ ഏരിയാസിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ശ്യാം പ്രസാദ് മുഖർജി അർബൻ മിഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്കീം ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം ഈ റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി ആയിരിക്കുമല്ലോ ഇത് ലോഞ്ച് ചെയ്യുന്നത്. 2016 ടു ഡെലിവർ ഇൻ്റഗ്രേറ്റഡ് പ്രോജക്ട് ബേസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദി റൂറൽ ഏരിയാസ് which will also include development of economic activities and skill development. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. നമ്മുടെ അർബൻ ഏരിയാസിലുള്ള ഫെസിലിറ്റീസ് ഇല്ലേ, അത് റൂറൽ ഏരിയാസിൽ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ബാങ്ക്സ് ആകാം, ഹോസ്പിറ്റൽസ് ആകാം, സ്കൂൾസ് ആകാം, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്? റൂറൽ ഏരിയാസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ശ്യാം പ്രസാദ് മുഖർജി റർബൻ റൂറൽ പ്ലസ് അർബൻ മിഷൻ. ഇതിൻ്റെ നേരത്തെയുള്ള ഒരു സ്കീമായിരുന്നു പുര എന്ന് പറയുന്നത്. ഇതൊക്കെ പല ഗവൺമെൻറ് എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. പുര സ്കീം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഈ സ്കീമില്ല, പുര എന്ന് പറയുന്ന സ്കീമില്ല. അതിൻ്റെ ഒരു റിവാംഡ് വേർഷനാണ് ഈ ശ്യാം പ്രസാദ് മുഖർജി അർബൻ മിഷൻ. പുര സ്കീം നേരത്തെ ചോദിച്ചിട്ടുണ്ട് പല ഗവൺമെൻറ് എക്സാംസിനും. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗവൺമെൻറ് സ്കീംസ് എന്തിനു വേണ്ടിയിട്ടുള്ള റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ.